പാലം ചേട്ടാ എന്താടാ ഈ നെമ്മീന് 3000 രൂപയാവും. കോപ്പാണ്. ദൈവത്തിനറിയാം ഇതിന് 300 ആണോ 3000 ആണെന്ന്. പറയുന്നത് അച്ചായനല്ലേ? ഈ മഹേഷിന്റെ കല്യാണം എന്നല്ലയോ പറഞ്ഞ അരുണേ? അതെ ചായ വരുന്ന 10-ന്. മുൻകാല പരിചയം വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ഈ കൊച്ചിന് എന്നാ വയസ്സ് കാണും? ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. മഹേഷ് ഈ ഓഷയെ പറ്റി വായിച്ചിട്ടുണ്ടോ? പാലം ചേട്ടാ എന്താടാ ഈ ഓഷ്കോയും കല്യാണം തമ്മിൽ എന്താ ബന്ധം? ഷക്കീലും കല്യാണം തമ്മിൽ എന്താ ബന്ധം? അത് തന്നെയാണ് ഓസ്കോയും കല്യാണം തമ്മിൽ. ലൈംഗികത അതറിഞ്ഞവന് വെറും മധുരം, അതറിയാൻ മേലാത്തവന് അതിമധുരം. പിടികിട്ടിയോ? എനിക്ക് പിടികിട്ടി. നിനക്കിന്ന് കിട്ടും. മഹേഷിന് മനസ്സിലായോ? അത്രേ ഉള്ളൂ. സെക്സ് ഒരു ബന്ധമായി മാറുമ്പോൾ ബന്ധനമായി തീരും. അതൊരവസ്ഥയായി മാറുമ്പോൾ സ്വാതന്ത്ര്യമായി തീരുന്നു. ഭോഗം ധ്യാനം പോലെ ഒരു മനോഹരമായ അവസ്ഥയാണ്. ഇല്ലടെ മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ആടെന്തെല്ലാന്ന് വിഷയം പറയാറാ? അതെയാ കല്യാണം ഉണ്ടാ? ശോഭനെ ചോറ്. കല്യാണം കഴിക്കാനെല്ലാം ആയല്ലേ? ഓളെ പഠിപ്പെല്ലാം കഴിഞ്ഞിനേനുവാ. ഈനടക്ക് ഇളയമേന്റെ പിള്ളേർ പോയെടുത്ത് കൊറേ ഫോട്ടോ വീഡിയോ എല്ലാം അയച്ചു തന്നിനപ്പാ. അങ്ങനെ കാണലെന്നെ, അല്ലാണ്ട് ഇന്നപ്പാ ചെയ്യല്. എത്രയായപ്പോ നാട്ടിൽ വന്നിട്ട് ഒരു കല്യാണം എല്ലാം കൂടി. ഇനിയിപ്പോ പാവയ്ക്ക കൊണ്ടാട്ടും തക്കാളി പുളിശ്ശേരിയും വരും. ആ മോള് പിന്നെ സ്കൂളിലും പോന്നല്ലേ അപ്പാ? ആ ഞാൻ വരുന്നുണ്ടപ്പാ, അടുത്ത ആഴ്ച വരുന്നുണ്ട്. ആ എന്നാ പിന്നെ വന്നിട്ടാണ് കേട്ടാ. ആ ശരി. അഭിനയം കലക്കീനി. ഒന്നിക്കല് ചായപ്പൊടിയക്കാരെ, അല്ലെങ്കിൽ പിച്ചക്കാരെ, അതും അല്ലെങ്കിൽ ഈ യൂണിഫോം ഉള്ളതുകൊണ്ട് പോലീസുകാരെ. ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് വേഷം കിട്ടാനാന്ന്? എനിക്ക് കിട്ടിയാൽ തന്നെ ഈ മുഖത്തൊന്നൊക്കെ വരുവാ. നിങ്ങളെല്ലാം അഭിനയിക്കാൻ വിളിക്കുന്നോ ഞാൻ ആദ്യം തച്ചു കൂട്ടണ്ടേ. കിട്ടിയ പണി മര്യാദക്ക് ചെയ്യാൻ നോക്ക് മനുഷ്യ. അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചോണ്ട് ഇപ്പണിയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അതും ഗോവിന്ദ. മംഗലം കഴിക്കുന്ന സമയത്ത് ആ ബ്രോക്കർ തണ്ടി പറഞ്ഞ ഡയലോഗ്, കൊച്ചിയിലൊരു എന്ന് പറഞ്ഞ ആരാ? ഭാരി ഭാരി കൂട്ടാന്ന്. ഭാരി കൂട്ടി സ്വന്തം ഉണ്ട പോലെ സൂക്ഷിക്കാൻ കഴിയാത്തവന്മാരാണ് ഇപ്പൊ പോലീസില്. അമ്മേ എനിക്കും ചോറ്. ആ തരാം. അച്ഛാ അപ്പൂപ്പൻ ചെത്തോണ്ടാണോ അച്ഛൻ ജോലി കിട്ടിയേ? അപ്പൊ അച്ഛൻ ചെത്തോ എനിക്കും ജോലി കിട്ടോ? ആ കിട്ടോടി. ഇതേ പോക്കാന്നെങ്കിലും നീ വേഗം തന്നെ SI ആവുകയും ചെയ്യും, ഞാൻ ജയിലിലും പോകും. ആണോ അച്ഛാ? സ്റ്റോപ്പ്. ഹലോ. ആ മിസ്റ്റർ കുര്യാക്കോസ് അല്ലേ? അതെ. ഞാൻ കുണ്ടന്നൂർ സ്റ്റേഷനിലെ SI ആണ്. ആ, എന്നാ എന്നാ കാര്യം? നിങ്ങളൊരു ഗൺ ലൈസൻസിന് അപേക്ഷിച്ചിരുന്നോ? ആ അപേക്ഷിച്ചിരുന്നു. ഒന്ന് നേരിൽ കാണാമായിരുന്നല്ലോ. കാരണം കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു പേഴ്സണലൊക്കെ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്രീ അല്ല. എൻ്റെ അഡ്വർടൈസിങ് കമ്പനിക്ക് വേണ്ടി കുറച്ച് മോഡൽസിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഐ മീൻ ഓഡിഷൻ. ജോഡി മാട്രിമോണിയലിൻ്റെ ആഡ് ചെയ്യുന്നത് എൻ്റെ ഏജൻസിയാണ്. അതിൻ്റെ ഓഡിഷനാണ്. ഓക്കെ സാർ. നമുക്ക് വൈകിട്ട് ചെറാട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, വൈകിട്ട് കാണാം. ഷെറാട്ടണിൽ വെച്ച് കാണാം. സ്റ്റാർട്ട്. ഇതന്നെ പാടത്ത് കൊക്ക് കിടക്കുന്നല്ലോ ഉണ്ടല്ലോ. കർത്താവേ, മരുന്നിന് പോലും കൊള്ളാവുന്ന ഒരുത്തി പോലും ഇല്ലല്ലോ. വെറുതെ എൻ്റെ കാശ് കളഞ്ഞല്ലോടോ.
ഡയറക്ടറെ, ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്ന മുത്ത്. അയ്യേ ഇതാ ആ സർ നമ്മുടെ കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് തേങ്ങ കൊല, ചക്കപ്പോത്ത് പോലത്തെ പെണ്ണിനെ പളുങ്ക് പോലത്തെ പയ്യൻ, അതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ്. Nancy, Ringu, welcome to Ooty. Nice to meet you. Thank you. How are you guys? Fine. Good. And what about you? I'm fine, very fine. Okay, carry on. Bye. 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 Take care. SI ജയദേവൻ. ഇരിക്കി. എന്നൊക്കെ ഉണ്ട്? എവിടാ വീട്? വീട് തൃശ്ശൂരാ. ആ, ഇവിടെ കുറച്ച് വർഷമായിട്ട് ഇവിടാണ്. അല്ല, നമ്മുടെ ഈ തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട എൻക്വയറിക്ക് എന്നൊക്കെ അറിയണ്ടേ? അല്ല, ഞാൻ അതിൻ്റെ എൻക്വയറിക്ക് വന്നാണെങ്കിലും പറഞ്ഞോന്നേ. എനിക്ക് സിനിമയിലോ പരസ്യത്തിലൊക്കെ ഒന്ന് മുഖം കാണിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം സാർ വിചാരിച്ചാൽ. അത്രേ ഉള്ളോ? എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു അഭിനയ സിദ്ധി ഉണ്ടെന്ന്. പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഇവിടെ സംസാരിച്ച് ശരിയാത്തില്ല. നമുക്ക് മേലേക്ക് പോവാം. മേലെ വാ. ഇത് എന്നടേ? പിന്നല്ലാതെ നീ ഇറങ്ങി. അറിയാം. ഓ, ഇത് എന്നെയും കൊണ്ടേ പോവുള്ളൂ. ഹലോ സാറേ, ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വാലറ്റ് പാർക്കിംഗ് മാൻ. ബൈക്കിനും വാലറ്റ് ഉണ്ടോ? ഓക്കെ അല്ലേ? നീ ഇത് ആരെ കാണിക്കാണ്ടേ പോണത്? ജീവിതത്തിലെ നീ ഒരു പരാജയമുണ്ട്, പിന്നെ റീയൂണിയന് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതിനാര് റീയൂണിയന് പോകുന്നു? പിന്നെ ഞാൻ കാതറിനെ കാണാൻ പോവാ. ഇന്ന് അവളോട് ഇഷ്ടം പറഞ്ഞിരിക്കും. നീ പറിക്കും. നീ നടക്കണ കാര്യമല്ലോ ഉണ്ടേ പറയണേ. ഞാൻ ഇവരുടെ ഡാൻസ് പ്രോഗ്രാം കൊച്ചി പ്ലാൻ ചെയ്യാൻ പോവാം. ആണോ? ഇവളും ഉണ്ടാവോ? അതുകൊണ്ടല്ലേ പ്ലാൻ ചെയ്യുന്നത്. സിനിമാ നടി ശോഭനയുടെ പേരിൻ്റെന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഞാൻ അവളെ കെട്ടിയത്. പക്ഷെ എൻ്റെ പെണ്ണുമ്പിള്ള ശരിയല്ല ചായ. അതന്നെ അങ്ങനെ പറയുന്നത്. എൻ്റെ കഴിവുകൾ അവൾ തിരിച്ചറിയുന്നില്ല. അവൾ സമ്മതിക്കായിരുന്നോണ്ടാ ഞാൻ ആ ബാഹുബലിയുടെ ഓഡിഷന് പോലും പോകായിരുന്നു. അതിൽ പോയി അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ബലാലദേവൻ്റെ പിന്നിലൊരു കുന്തവും പിടിച്ചു നിന്നേനെ. അവളെന്നെ മനസ്സിലാക്കുന്നില്ല ചായ. അതാണൊരു വെരി സാഡിസ്റ്റ്. ഞാൻ ഗ്ലാസ് എടുത്തിട്ടില്ല റോണി. എന്റെ ഗ്ലാസ് ഇല്ല, എനിക്ക് പറ്റൂല. ഇതല്ല നിന്റെ പ്രശ്നം. ഇത് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ പോവില്ലേ? എന്നിട്ട് ഇത് നമ്മൾ നൈസായിട്ട് ഈ ബാറിലൊക്കെ ആൾക്കാർ കുടിച്ച ഗ്ലാസ് ചുണ്ടത്തും മുട്ടിച്ച് എങ്ങനെടാ കുടിക്കുന്നത്? കഴിവ് നീ കല്യാണം കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് ലിപ് ലോക്ക് ചെയ്യാ? ഹായ്, താങ്ക് യു. നിനക്കെന്താ കുടിക്കാനുണ്ട്? നീ അയാളെ കണ്ട? ഇതല്ലേ ജോണി വാക്കർ? അതല്ലടാ, ആ വെള്ള ഷർട്ടിട്ട് ആളെ കണ്ട? എവിടെ? ഇതാ അയാള്. നല്ല ടോപ്പ് കക്ഷിയാ. പുറകെ നടന്ന് മെനക്കെട്ട് കൺവിൻസ് ചെയ്താ നല്ല ഫണ്ട് കിട്ടും. നല്ല ഫണ്ട് കിട്ടും? ഫണ്ടൊക്കെ കിട്ടും, പക്ഷെ നീ കൺവിൻസ് ചെയ്താ പോരാ. മറ്റേ കാര്യത്തിലേ അയാൾ നിന്റെ അപ്പാപ്പനാ. ഓ, അപ്പൊ നടക്കും. ഡിപ്പെൻസ്. ഡിപ്പെൻഡ്സ്.